ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടാകുന്ന അപ്ഡേഷൻ അതെന്താണെന്നൊക്കെ അറിയാൻ പ്രേക്ഷകർ താല്പര്യത്തോടെ കാത്തിരിക്കുകയായിരിക്കും. അല്ല, ഏറ്റവും പുതിയ അപ്ഡേഷൻ നമ്മളിത് പറയുമ്പോൾ ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചാനലുകളൊന്നും വന്നിട്ടില്ല. അതായത് ഇറാൻ്റെ വാർ ടൈം ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ സൈനിക മേധാവി കൊല്ലപ്പെട്ടു. അലി സത്മാനി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഇറാൻ മാധ്യമങ്ങളും ഇസ്രയേലും IDF-ഉം അനൗൺസ് ചെയ്തു. അതായത് ഈ യുദ്ധകാലത്ത് ഈ സൈനിക നീക്കങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത് വാർ ടൈം ചീഫ് ഓഫ് സ്റ്റാഫാണ്. നേരത്തെ അല അലി റഷീദ് ആയിരുന്നു വാർ ടൈം ചീഫ് ഓഫ് സ്റ്റാഫ്, യുദ്ധകാല സൈനിക തലവൻ. ഈ വാർ ടൈം സൈനിക തലവനെ യുദ്ധം തുടങ്ങി ആദ്യ ദിവസം തന്നെ ഇസ്രയേൽ തട്ടിയപ്പോൾ ഖമനേയി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ആളെയാണ് അലി സത്മാനിയെ ആ ചുമതലയിൽ ഏൽപ്പിച്ചത്. ഇപ്പോൾ വരുന്ന വിവരം അയാളെയും തീർത്തു, പട്ടാപ്പകൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. കാരണം ഇത് പറയുമ്പോൾ ഇസ്രയേൽ കാറ്റ്സ്, ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇന്നലെ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ഇന്ന് ചൊവ്വാഴ്ച ടെഹ്റാൻ കത്തുന്ന ദിവസമാണ്, ഇറാൻ്റെ തലസ്ഥാനം ഇന്ന് കത്തിച്ച് കളയുമെന്ന് പരസ്യമായി ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ ഇറാൻ്റെ സൈന്യാധിപനെ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന യുദ്ധകാല സേനാതലവനെ കൊന്നതിന് ശേഷം ഇയാൾ അധികാരത്തിൽ വന്നിട്ട് 4 ദിവസമായുള്ളൂ. 4-ാം ദിവസം അയാളെയും അലി സത്മാനിയെയും തട്ടി. അതായത് ഈ ഖത്തം അൽ അൻബിയ എന്ന് പറയുന്ന ഇവരുടെ മിലിറ്ററി കമാൻഡുണ്ട്. ആ കമാൻഡാണ് കോമ്പാറ്റ് ഓപ്പറേഷൻ, യുദ്ധത്തിൻ്റെ ഓപ്പറേഷൻസ്, അതായത് ഫയർ പവർ പ്ലാന്റ്സ്, എവിടെയൊക്കെ വെടിക്കോപ്പുകൾ, മിസൈലുകളൊക്കെ സൂക്ഷിക്കണമെന്നല്ല, എങ്ങനെയൊക്കെ വിന്യസിക്കണം, എങ്ങോട്ടൊക്കെ അയക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഖത്തം അൽ അൻബിയ എന്ന് പറയുന്ന മിലിറ്ററി കമാൻഡിലാണ്. ഈ ഖത്തം അൽ അൻബിയയിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തി. ആ ആക്രമണത്തിലാണ് ഈ യുദ്ധതന്ത്രങ്ങൾ പ്ലാൻ ചെയ്ത് അതനുസരിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സൈനിക കമാൻഡും തകർത്തു, അതിൻ്റെ മേധാവിയും തകർത്തു. അപ്പോൾ യുദ്ധം ആരംഭിച്ച് 4 ദിവസമാകുമ്പോൾ ഇറാൻ ഉണ്ടാകുന്ന പരിക്ക് നിസ്സാരമല്ല. ആദ്യ ദിവസം തന്നെ അവരുടെ സേനാതലവനായ മുഹമ്മദ് ബഗേരി കൊല്ലപ്പെട്ടു. കാരണം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പടത്തലവൻ തീർന്നു. അതെ. പിന്നെ അവിടുത്തെ ഏറ്റവും എലീറ്റ് എന്ന് പറയുന്ന ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിൻ്റെ തലവനായ ഹൊസൈൻ സൽമാനിയെ കൊന്നു. ഈ 2 പേരെ ഉൾപ്പെടെ 6 ആണവ ശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടെ കൊന്നുകൊണ്ടാണ് ഓപ്പറേഷൻ റൈസിംഗ് സ്റ്റാർ എന്നുള്ള യുദ്ധം ആരംഭിച്ചത്. തുടക്കത്തിലെ സേനാനായകന്മാരെ തട്ടിക്കൊണ്ടാണ്. അതോടുകൂടി ഉണ്ടാകും സേനാനായകന്മാരെ തുടക്കത്തിലെ തീർക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്നറിയോ? ചിതറിപ്പോവും. സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം തീർന്നു. പടത്തലവന്മാരൊക്കെ തീരുകയാണ്. പിന്നെ അണികൾ ഓടി ഒളിക്കുകയല്ല, വേറെ മാർഗ്ഗമില്ല മറ്റ് സേനാവിഭാഗത്തിന്. ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ അടുത്ത ആളെ ഏൽപ്പിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാളെയും പട്ടാപ്പകൽ നടത്തിയ ആക്രമണത്തിൽ കൊന്നിരിക്കുന്നു. ഇത് തന്നെയല്ലേ ഈ ഹമാസിൻ്റെ കാര്യത്തിൽ ഓരോ നേതാക്കളെയും തട്ടി, അടുത്ത നേതാവ് അടുത്ത് തട്ടി, അങ്ങനെ നമ്മൾ നേരത്തെ. ഹമാസിനെ സംബന്ധിച്ച് വേറൊരു കാര്യമുണ്ട്. ഹമാസിനെ ഒരു രാജ്യമായി കണക്കാക്കാൻ പറ്റില്ല. ഇറാൻ്റെ സഹായം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂലിപ്പട്ടാളം, ഭീകര സംഘടന, അങ്ങനെ കൂട്ടിയാൽ മതി. അതുപോലെ ഇതൊരു രാജ്യമല്ലേ. ഒരു കാലത്ത് ലോകത്തിലെ 5ാമത്തെ സൈനിക ശക്തിയായിരുന്ന രാജ്യത്തെ ആയിരുന്നു പപ്പടം പൊട്ടിക്കുന്ന പോലെ ഇസ്രയേൽ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോൾ പറഞ്ഞു, ഇപ്പം പെഷസ്കിയാൻ്റെ ഒരു ഇറാൻ പ്രസിഡന്റിൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നു. എന്തിനാണ് യുദ്ധം? ഞങ്ങളുടെ രാജ്യത്തും അവരുടെ രാജ്യത്തും ജീവിച്ചാൽ പോരെ, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നൊരു വീഡിയോ ഇപ്പോൾ വന്നിരിക്കുന്നു. കാല് പിടിക്കുന്നത് തുല്യമായി. പെഷസ്കിയാൻ ഇറാൻ്റെ പ്രസിഡന്റ് പറയുന്നു, ഈ യുദ്ധമൊക്കെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത്? നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തും നിങ്ങൾ അവരുടെ രാജ്യത്തും. ഇത് നേരത്തെ ഇറാൻ ആലോചിച്ച പോരെ. ഇസ്രയേലിനെ നശിപ്പിക്കാൻ വേണ്ടി ഹിസ്ബുള്ള, ഹമാസ്, മറ്റേ ഹൂത്തികൾ ഇവരെയൊക്കെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ തലവന് ഖമനേയിയാണ്. അവിടുത്തെ റബ്ബർ സ്റ്റാമ്പ് പ്രസിഡന്റ് ഇപ്പോൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ യുദ്ധമൊക്കെ ചെയ്യുന്നത്? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ഇസ്രയേൽ ആക്രമിച്ചത് മാഷാദ് നഗരമാണ്. മാഷാദ് നഗരത്തിൻ്റെ പ്രത്യേകത ഒരു കാര്യമുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പാലസ് ഉള്ളത്. ആരുടെ? ഖമനയുടെ ഗ്രാൻഡ് പാലസുള്ള മാഷാദ് ആക്രമിച്ച് അതിനു ചുറ്റുമാണ് സേനാതലവൻ, IRGCയുടെ തലവൻ തുടങ്ങി മിലിറ്ററി ഹെഡുകൾ താമസിക്കുന്നത് ഈ മാഷാദ് സിറ്റിയിലാണ്. മാഷാദ് സിറ്റി ആക്രമിച്ചിട്ട് ഖമനയി ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും തീർത്തു. അപ്പോൾ എന്തുകൊണ്ട് ഖമനയെ കൊന്നില്ല എന്നതിൻ്റെ 2 ഉത്തരങ്ങളുണ്ട്. ഒന്ന്, ഇയാൾക്കൊരു രക്തസാക്ഷി പരിവേഷം കൊടുക്കണ്ട, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞു. രണ്ടാമത്തത്, ഖമനയ്ക്കുള്ള വാണിംഗാണ്,
ബാക്കി എല്ലാത്തിനെയും തട്ടി നിന്നെ മാത്രം തൊടാത്തത് ഞങ്ങളുടെ കൈ കിട്ടാത്തതുകൊണ്ടല്ല, വേണ്ടെന്ന് വെച്ചിട്ടാണ്. ഭിക്ഷയാണ്, ഭിക്ഷ. ഖമനേയി അങ്ങയുടെ ജീവിതം ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഭിക്ഷയാണ് എന്ന് സ്വയം തിരിച്ചറിയണമെന്ന് ഇസ്രയേൽ പറഞ്ഞതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. ആ ഏറ്റവും പുതിയ വീഡിയോയിൽ ഒരു ജയിലിൻ്റെ മുന്നിലൂടെയുള്ള പാലത്തിലൂടെ 100 കണക്കിന് തടവുകാർ ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് അതിൻ്റെ ക്യാപ്ഷൻ വന്നിരിക്കുന്നത് ഇസ്രയേലിൽ നിന്നുള്ളവരാണ്. അൺനോൺ പേഴ്സൺസ്, അറിഞ്ഞുകൂടാത്ത തിരിച്ചറിയപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ ജയിൽ കവാടങ്ങൾ തുറന്ന് തടവുള്ളികളെ മുഴുവൻ 100 കണക്കിന് തടവുള്ളികളെ പുറത്തേക്ക് വിട്ടിരിക്കുന്നു. അപ്പോൾ ഇറാനിൽ ഒരു ജയിൽ തുറന്ന്, ആരെന്നറിഞ്ഞുകൂടാത്ത ആളുകൾ ജയിൽ തുറന്ന് തടവുള്ളികളെ പുറത്തേക്ക് വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ലോ ആൻഡ് ഓർഡർ ആണ്, അല്ലേ? നിയമവാഴ്ച, ക്രമസമാധാനം പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ല. ആരോ കയറി ജയിൽ തുറന്ന് വിട്ടിരിക്കുന്നു. പോലീസ് എവിടെ? ജയിൽ ഉദ്യോഗസ്ഥരെവിടെ? ഇവരൊക്കെ കൂളായിട്ട് നടന്ന് ഇങ്ങനെ പോവുകയാണ്. ആ വീഡിയോ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ഇറാനിൽ സംഭവിക്കുന്നത് കംപ്ലീറ്റ് തകർച്ചയാണ്. ഖമനേയി എവിടെയാണെന്ന് 3 മക്കളെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഭൂമിക്കടിയിലെ മാളത്തിൽ ഒളിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നെതന്യാഹു ഏതൻസിലേക്ക് മുങ്ങി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ആഹ്ലാദ പ്രകടനം നടത്തി മീഡിയ കൊണ്ടൊരു വാർത്ത കൊടുത്തപ്പോൾ അതും ഷെയർ ചെയ്ത് തുള്ളിക്കളിച്ച സുഡാപ്പി ഭക്തന്മാരെയൊന്നും ഇപ്പോൾ കാണാനില്ല. ഖമനേയി ഒളിവിലാണ്. ഇറാൻ കത്തുകയാണ്, ടെഹ്റാൻ കത്തുകയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം കത്തുന്നു, സൈനിക കേന്ദ്രങ്ങൾ കത്തുന്നു, ന്യൂക്ലിയർ IAEA ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നെതാൻസിൽ നിന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു, നെതാൻസിന് കാര്യമായ പരിക്കൊന്നും പറ്റിയിട്ടില്ല, ഏറ്റവും നിർണായകമായ ആണവ കേന്ദ്രമായ നെതാൻസിൽ വലിയ പരിക്കൊന്നുമില്ല എന്നാണ് ആദ്യ റിപ്പോർട്ടെങ്കിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇപ്പോൾ പറയുന്നത് നെതാൻസിൽ നിന്ന് ചെറുതായി റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ നെതാൻസിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഫോർദോ മാത്രമാണ് ഈ മലക്കുള്ളിലായതുകൊണ്ട് പരിക്ക് പറ്റാതിരിക്കുന്നത്. അപ്പോൾ വലിയ തോതിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടായിരിക്കുന്നു. കൂട്ടത്തകർച്ചയാണ്. പാകിസ്ഥാനിലേക്ക് ഇറാൻ അതിർത്തിയിൽ നിന്ന് ഒരുപാട് ആളുകൾ പാകിസ്ഥാനിലേക്ക് ഇടിച്ചു കയറി പാകിസ്ഥാനിൽ കയറുന്നുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ ഇറാൻ്റെ അതിർത്തികൾ അടച്ചു. അപ്പോൾ വല്ലാത്ത ഭീകരമായ അവസ്ഥ ഇറാനെ വന്ന് പൊതിഞ്ഞിരിക്കുകയാണ്. ഇറാനിൽ ഇസ്രയേൽ നിരന്തരം അനൗൺസ് ചെയ്യുന്നുണ്ട്, ടെഹ്റാൻ ഒഴിയുക. അപ്പം നിരന്തരം ഈ വിവരങ്ങൾ വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ ഇസ്രായേൽ പുറത്തുവിട്ടു. ടെഹ്റാനിലെ ജനങ്ങൾ ഒഴിയണം, ടെഹ്റാനെ ഇന്ന് കത്തിക്കുമെന്ന് ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ടെഹ്റാൻ ഒഴിയണമെന്നുള്ള സന്ദേശം കൂടി വന്നതോടെ ആളുകൾ കാറുകളിലും വാഹനങ്ങളിലും ഒക്കെ ആയിട്ട് നഗരം വിട്ടോടുകയാണ്. ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനം വിട്ട് ആളുകൾ കൂട്ടത്തോടെ ജീവനും കയ്യിൽ പിടിച്ച് ഓടുന്ന ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇസ്രായേൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ യുദ്ധം ഇറാനിയൻ ജനതയ്ക്കെതിരല്ല, അവരെ മർദ്ദിച്ചൊതുക്കുന്ന ഭരണകൂടത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. നിങ്ങളും കൂടെ ഇറാൻ്റെ കൊട്ടിപ്പിടിച്ച് ഈ സർക്കാരിനെ വീഴ്ത്താനുള്ള നിലപാടെടുക്കൂ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നെതന്യാഹു ഇന്നലെ പറഞ്ഞിരിക്കുന്നു, ഖമനേയിയെ ഞങ്ങൾ തീർക്കും എന്നും പറഞ്ഞിരിക്കുന്നു. ഇത് ട്രംപ് പറഞ്ഞതിനെ നിഷേധിച്ചുകൊണ്ടാണ്. ട്രംപ് പറയുന്നത് അതൊന്നുമില്ല, ഞാൻ വീറ്റോ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം എന്നുള്ള മറുപടി കൊടുത്ത നെതന്യാഹു വളരെ ഓപ്പണായിട്ട് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു. നെതന്യാഹു ആണ് ഈ പറയുന്നത് ഖമനേയിയെ തീർക്കും എന്ന് പറഞ്ഞാൽ ഖമനേയിയെ തീർത്താൽ മാത്രമേ യുദ്ധം ഖമനേയിയെ തീർത്താൽ. അപ്പോൾ അത് ലേഖനം ചോദിക്കുന്നു, ഒരു TV ചർച്ചയിലാണ് ലേഖനം ചോദിക്കുന്നു, അങ്ങനെ ഇത് യുദ്ധം കൂടുതൽ വ്യാപകമാകത്തില്ലേ? കൂളായിട്ട് നെതന്യാഹു പറഞ്ഞത് എവിടെ വ്യാപകമാകാൻ, ഇയാളെ തീർക്കുന്നതോടെ ഈ യുദ്ധം അവസാനിച്ചു. വളരെ കോൺഫിഡൻ്റ് ആണ്, പ്ലാൻഡ് ആണ്. മാത്രമല്ല ഇതിനകത്തൊരു പ്രത്യേകത, ഇറാനെ സംബന്ധിച്ച് ഇറാനിൽ വർഷങ്ങളായി ഇറാൻ്റെ ഉള്ളിലേക്ക് ഇസ്രായേൽ മൊസാദിൻ്റെ ആളുകളെ കടത്തിവിടുന്നുണ്ടായിരുന്നു. മൊസാദിൻ്റെ ആളുകൾ അവിടെ നിന്ന് ഇറാനകത്ത് നിന്ന് ഇസ്രായേലിന് വേണ്ടി ആക്രമണം നടത്തി എന്നുള്ള ഒരു പുറത്തു വരുന്നത്. അതാണ് ഇറാനെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത്. യുദ്ധത്തിൽ പോകുമ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണം മാത്രമല്ല, ഇറാൻ്റെ മണ്ണിൽ നിന്ന് ഡ്രോണുകൾ വന്ന് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ശാസ്ത്രജ്ഞന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആക്രമണം നടത്തുന്നു. ഇന്നലെ ഒരു വീഡിയോ ഉണ്ട്, കുറേ ചെറുപ്പക്കാരെയൊക്കെ ഇറാൻ്റെ പോലീസ് പിടിച്ചു വെച്ചിരിക്കുന്നു. മൊസാദിന് വേണ്ടി ചാരവൃത്തി നടത്തി, മൊസാദിന് വിവരങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു സംഘം ഇറാനികളെ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ ഇറാൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും അടികിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ടെഹ്റാൻ ഇന്ന് കത്തുമെന്ന് ആവർത്തിച്ച് പറയുന്ന ഇസ്രായേൽ കാറ്റ്സ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രിയാണ്. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ഖത്തം അൽ അൻബിയ എന്ന് പറയുന്ന സൈനിക കമാൻഡ് മുച്ചൂടും മുടിച്ച് ഇറാൻ്റെ വാർ ടൈം
ചീഫ് ഓഫ് സ്റ്റാഫിനെ ഇപ്പോൾ അലി സത്മാനിയെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ സേനയ്ക്ക് ഇപ്പോൾ ഒരു നായകൻ ഇല്ലാതായിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.